പറയുന്നുണ്ട്. ആത്മാവ് ശരീരത്തിന്റെ സുഷിരങ്ങളിലൂടെ അകത്തേക്ക് കയറും എന്നാണ് ശാസ്ത്രം. അയ്യോ എന്നാ വേണ്ട, ഇപ്പൊ തന്നെ വെച്ചേക്കാം. എന്നാ പിടിച്ചോ. എങ്ങനെയൊക്കെയോ ആണ് ആത്മാവ് പുറത്തിറങ്ങിയത്. ഇനി വീണ്ടും കയറുകയെന്ന് വെച്ചാല് ചെവിയിലൂടെ വെക്കട്ടെ ചെറിയച്ച. പറഞ്ഞ പണി ചെയ്താ മതി. അപ്പോ കുളിപ്പിക്കാൻ എടുക്കുകയല്ലേ? അല്ല, മോതിരം എടുക്കണ്ടേ? അതെ. സഹദേവനും നകുലനും അവകാശപ്പെട്ട മോതിരം ഊരിയെടുക്കാവുന്നതാണ്. മറ്റെല്ലാ ലോഹവസ്തുക്കളും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അച്ഛാ, ഏട്ടാ തിരിച്ചാ മതി, ഊരിപ്പോരും എന്ന് പറഞ്ഞ ഇടത്തോട്ട് ടാപ്പൊക്കെ തുറക്കുന്ന പോലെ തിരിച്ച്. ഓ ഇയാളെ കൊണ്ട് മാറ ഞാൻ നോക്കാം. ചുമ്മാ കിടന്ന് പിടിച്ചോണ്ടിരിക്കുക. തിരിച്ചു ഊര്. തിരിക്കുമല്ലേ? കിട്ടുന്നില്ല, വലിച്ച ഊര്. എന്തൂരുന്നില്ലേ? പോരുന്നില്ല. നിഷേ സോപ്പട്. കുളിക്കുന്ന വേണോ അലക്കുന്ന വേണോ? ലക്സ് കൊണ്ടുവരാം. സോപ്പിട്ട് നോക്കാം. भाई उधर रखो ना, मैं कितना बार बोले उधर रखो ना. ओ सीधा करो. क्या വിളിച്ചോ? ചേട്ടാ, 4 സൈഡിൽ നിന്നും 4 അടി വിട്ടിട്ട് നമ്മൾ സീത ഒരുക്കിയിട്ടുണ്ട്. മുൻവശത്ത് നിന്ന് നിങ്ങൾക്ക് കാർമ്മം ചെയ്യാവുന്നതാണ്. പിന്നെ പടിഞ്ഞാറിൽ നിന്നും തെക്കോട്ടല്ലേ ബോഡി വെക്കുന്നത്, ശരിയല്ലേ? ചേട്ടാ ഓ പൂരാ റെഡിയാണ്. मैं जा रहे उधर देखो भैया, वो देखो करोड़ा. നേരത്തോട് നേരം ആയല്ലോ, കർമ്മം തുടങ്ങാനായില്ലേ? സാമി വന്നോന്നിപ്പോ കുലം മുഖം ന്യായം ഒന്ന് നോക്കണ്ടെന്നായോ? നിങ്ങൾ ആത്മനിർഭരായിരിക്കെ അകത്തെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശവത്തിനോട് പോലും ഇങ്ങനെ കാണിക്കില്ലേ ചേട്ടാ?